സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിന്ന് സംസാരിക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയും അതിൽ സംസാരിച്ച വിഷയങ്ങളും അതിനുശേഷം സംയുക്ത പ്രസ്താവനയിലും സംയുക്ത വാർത്താ സമ്മേളനത്തിലും രണ്ട് നേതാക്കളും പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ നാനാർത്ഥങ്ങളും എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്കൊപ്പമുള്ളത് പ്രൊഫസർ ജോസഫ് ആൻ്റണി. അദ്ദേഹം കേരള സർവകലാശാലയുടെ രാഷ്ട്രതന്ത്ര വിഭാഗത്തിൻ്റെ മുൻ മേധാവിയാണ്. റിസാല അപ്ഡേറ്റിൻ്റെ പ്രേക്ഷകർക്ക് അദ്ദേഹം സുപരിചിതനാണ്. നേരത്തെ പല വിദേശ വിഷയങ്ങളിലും അദ്ദേഹം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അദ്ദേഹം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. സ്വാഗതം സർ. ഈ സന്ദർശനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയതിന് ശേഷം അദ്ദേഹത്തെ കാണുന്ന നാലാമത്തെ നേതാവാണ്. പുറമേ നിന്നുള്ള ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കളുടെ പട്ടിക എടുത്താൽ നാലാമത്തെ ആളാണ് നരേന്ദ്രമോദി. ആദ്യം കണ്ടത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു. പിന്നീട് ജപ്പാൻ്റെ പ്രധാനമന്ത്രി കണ്ടു. അതിനുശേഷം ജോർദാൻ്റെ രാജാവ് അബ്ദുള്ള രണ്ടാമൻ അദ്ദേഹം കണ്ടു. അതിനുശേഷം നാലാമത് നരേന്ദ്രമോദി കാണുന്നു. ഈ സന്ദർശനത്തിന് ശേഷം പല കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര നയങ്ങളിൽ വരുത്താനിടയുള്ള മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുങ്കം ചുമത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേലും ഞങ്ങൾ ചുങ്കം ചുമത്തും തുല്യമായ രീതിയിൽ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലത് അദ്ദേഹം ചുങ്കം പ്രഖ്യാപിച്ചതിന് ശേഷം പിൻവാങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ സവിശേഷമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേൽ കൂടിയ ചുങ്കമാണ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആനുപാതികമായിട്ടുള്ള ചുങ്കം നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേലും ഞങ്ങൾ ചുമത്തും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അനധികൃതമായി കുടിയേറിയ ആളുകളെ തിരിച്ചയക്കുക എന്ന അദ്ദേഹത്തിൻ്റെ പോളിസി അദ്ദേഹം നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് നടപ്പാക്കുമ്പോൾ ഈ ആളുകളെ ചങ്ങലക്കിട്ട് തിരിച്ചയക്കുന്നു എന്നുള്ള അങ്ങനെയാണോ അയക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം പല ഭാഗത്തു നിന്നായിട്ട് വരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള വിമർശനം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പല മേഖലകളിൽ ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. പൊതുവിൽ ഈ ചർച്ച നമ്മൾ വലിയ ഡിസ്കഷൻസ് ഇതിനെ ചൊല്ലി പുറത്തേക്ക് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് UPA സർക്കാരിൽ വിദേശകാര്യ വകുപ്പിൻ്റെ സഹമന്ത്രിയായിരിക്കുകയും വിദേശകാര്യങ്ങളിൽ വലിയ തോതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അക്കാര്യത്തിൽ വിദഗ്ധനായിരിക്കുകയും ചെയ്യുന്ന ശശി തരൂർ. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങളുടെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് നല്ല ജ്ഞാനമുണ്ട്. അദ്ദേഹം ഈ മീറ്റിങ്ങിനെ വളരെ പോസിറ്റീവായി കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തത് സ്വാഭാവികമായി വരുന്ന വിമർശനങ്ങളാണ്. മോദി അവിടെ പോയി ട്രംപിൻ്റെ താല്പര്യങ്ങൾ അനുസരിച്ച് പെരുമാറി എന്നുള്ള ഒരു വിമർശനം. താങ്കൾ ഈ പ്രാഥമികമായിട്ട് ഈ സന്ദർശനത്തെയും അതിനെ തുടർന്നുണ്ടായ സംയുക്ത പ്രഖ്യാപനത്തിലെ പ്രസ്താവങ്ങളെയും എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് ട്രംപിൽ നിന്ന് തന്നെ തുടങ്ങണം. നാം ഈ ചർച്ചകളിലൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാം ട്രംപ് ഭരണകാലത്തെ ട്രംപ് അല്ല രണ്ടാം ട്രംപ് ഭരണകാലത്തെ ട്രംപ്. ഒന്നാം ഭരണകാലത്തെയും രണ്ടാം ഭരണകാലത്തെയും തമ്മിലുള്ള വ്യത്യാസം, ഒന്നാം ഭരണകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കൻ രാഷ്ട്രീയത്തിലും അമേരിക്കൻ ഭരണത്തിലും പരിചയസമ്പന്നനായ ഒരു ഭരണാധികാരിയായി ഇപ്പോൾ ട്രംപ് നിൽക്കുകയാണ്. ഒന്നാം ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരായിട്ടിരുന്നവരെല്ലാം അതത് മേഖലകളിൽ പരിചയസമ്പന്നരായിരുന്നുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹം നിയമിച്ചിരിക്കുന്ന സെക്രട്ടറിമാരെല്ലാം, ചിലർക്ക് പരിചയക്കുറവില്ല എന്ന് പറയുന്നില്ല, എങ്കിലും ട്രംപ് പറയുന്നതിൻ്റെ അപ്പുറത്ത് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തവരാണ് അവരെല്ലാവരും, ഇപ്പോഴത്തെ ആളുകളെല്ലാം. മൂന്നാമത്തെ കാര്യം, ട്രംപ് വളരെ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഇത്തവണ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും, യുദ്ധങ്ങൾ അവസാനിപ്പിക്കും, മറ്റൊരു സ്ഥലങ്ങളിലേക്ക് നമ്മൾ യുദ്ധത്തിന് പോകില്ല, നമ്മൾക്കെതിരെ നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ഏർപ്പെടുത്തുന്നവർക്കെതിരായി അതിശക്തമായ ചുങ്കങ്ങൾ നമ്മൾ ഏർപ്പെടുത്തും, അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ ഒഴിപ്പിക്കും. ഇങ്ങനെയുള്ള അതിശക്തമായ വാഗ്ദാനങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് നൽകി അമേരിക്കൻ ജനത ഈ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുകയും അവർ പിന്തുണ നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ രാഷ്ട്രീയ പിന്തുണയോട് കൂടിയിട്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നത്.
അപ്പോൾ സ്വാഭാവികമായും ട്രംപിന് ലഭിച്ചിരിക്കുന്ന രാഷ്ട്രീയ പിന്തുണയ്ക്ക് പകരമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഉറച്ച തീരുമാനവുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ, മറ്റു പല കാര്യങ്ങളിലോട്ട് നമ്മൾ തൽക്കാലം പോകുന്നില്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം. നമുക്ക് അറിയാം, നമ്മൾ അമേരിക്കയെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് വളരെ സംസ്കാര സമ്പന്നമായ, വികസിതമായ, പരിഷ്കൃതമായ രാജ്യമാണ്. ലോകത്തൊട്ടാകെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുന്ന രാജ്യമാണ്. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അമേരിക്കയെക്കുറിച്ചുള്ള ലോകത്തിന്റെ ഒരു കാഴ്ചപ്പാട്. അതങ്ങനെ ഉള്ളൊരു അവസ്ഥ, അങ്ങനെയുള്ള ഒരു രാജ്യം എന്താണ് ഈ അനധികൃത കുടിയേറ്റക്കാരെന്നുള്ള നിയമവിരുദ്ധമായി താമസിക്കുന്നവർ തന്നെയാണ്. നിയമവിരുദ്ധമായി താമസിക്കുന്നവര് ആ രാജ്യത്തുനിന്ന് പുറത്താക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അത് എന്നത് നമുക്ക് ആർക്കും തർക്കമില്ല. എന്നാൽ എങ്ങനെയാണ് പുറത്താക്കിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ മനുഷ്യാവകാശങ്ങളെ ബഹുമാനിക്കണമെന്നും അതുപോലെ തന്നെ പൗരന്മാരെ നമ്മൾ പൗരന്മാരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണമെന്നും ഒക്കെയുള്ള വാചകങ്ങൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് ഇവരുടെ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ. അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യം ചെയ്യേണ്ട രീതിയിലാണോ നമ്മുടെ പൗരന്മാരെ അമേരിക്ക കൈകാര്യം ചെയ്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ കൈകാര്യം ചെയ്തതെന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കൈകാര്യം ചെയ്തത്? മനുഷ്യത്വരഹിതമായി കൊടും ഭീകരന്മാരെ കൈകാര്യം ചെയ്യുന്നത് പോലെ നിയമവിരുദ്ധമായി അവിടെ ചെന്നു എന്നുള്ളത് അല്ലാതെ അവിടെ ഭീകരപ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല, അവിടെ കൊലപാതകങ്ങൾ ഏർപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തില്ല. നിയമവിരുദ്ധമാണ് അവരുടെ സാന്നിധ്യം, അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള 104 ആളുകളെ 40 മണിക്കൂറോളം കയ്യിലും കാലിലും ചങ്ങലക്കിട്ട് അനങ്ങാൻ അനുവദിക്കാതെ, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ അനുവദിക്കാതെ, ഭക്ഷണം കഴിക്കാൻ പോലും വിലം കഴിച്ചു കൊടുക്കാതെയാണ് ഇവിടെ വിട്ടത്. അങ്ങനെ ചെയ്ത ഒരു നടപടിയെ എന്നും ചെയ്തു എന്ന് മാത്രമല്ല, അത്തരം ആ നടപടിയുടെ വീഡിയോ അമേരിക്കൻ ഭരണകൂടം പുറത്തുവിടുകയും ചെയ്തു. എന്തിനാ അമേരിക്കൻ ഭരണകൂടം പുറത്തുവിട്ടത്? എന്തിനാന്ന് വെച്ചാൽ ഈ അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം, ഞാൻ ഇവർക്കെതിരെ കർശനമായ നടപടി എടുക്കും എന്ന് അമേരിക്കൻ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അപരിഷ്കൃതമായ ഒരു നടപടിയാണ് അദ്ദേഹം കാണിച്ചത്. അതാണ് നമ്മൾക്ക് വേദന ഉണ്ടാക്കിയ കാര്യം. നമുക്കറിയാം, ഇവിടെ പലർക്കും സൂചിപ്പിച്ചിട്ടുണ്ട്, മറ്റ് രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ചിലത് ഞങ്ങളുടെ പൗരന്മാരെ വിലങ്ങ് വെച്ച് ഞങ്ങളുടെ രാജ്യത്ത് ഇറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിമാനങ്ങളെ തിരിച്ചുവിടുകയും ആ രാജ്യങ്ങൾ അമേരിക്കയിൽ അവരുടെ വിമാനത്തെ വിട്ട് അവരുടെ പൗരന്മാരെ അന്തസ്സായിട്ട് തിരിച്ചുകൊണ്ട് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ ചെറിയ നമ്മൾ പറയും ബനാന റിപ്പബ്ലിക്കുകൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ ചെയ്തതാണ് അമേരിക്കയുടെ ഈ ധാർഷ്ട്യത്തിനെതിരായി. അപ്പൊ അങ്ങനെ പ്രതികരിക്കാനോ അതല്ലെങ്കിൽ ഇത് തെറ്റായ നടപടിയാണെന്ന് പറയാനോ നമ്മുടെ ഭരണകൂടം തയ്യാറായില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് ഇന്നത്തെ നമുക്കൊരു പ്രമുഖ മലയാള ദിനപത്രം, ദേശാഭിമാനി അല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയുടേതായിട്ടുള്ള പരാമർശമാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ത്യക്കാരെ വിലങ്ങ് വെച്ച് നാടുകടത്തിയ വിഷയം ട്രംപുമായുള്ള ചർച്ചയിൽ മോദി ഉന്നയിച്ചോ എന്ന ചോദ്യത്തിന് വിദേശ സെക്രട്ടറി കൃത്യമായ മറുപടി നൽകിയില്ല. ഞാൻ പറഞ്ഞു, ദേശാഭിമാനി പത്രത്തിന്റെ റിപ്പോർട്ടല്ല, കേരളത്തിലെ പ്രമുഖമായ ഒരു മലയാള ദിനപത്രത്തിലെ വാർത്തയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ഇങ്ങനെ ഇത്രയും കാടത്തം നിറഞ്ഞൊരു നടപടി ഉണ്ടായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ധൃതി പിടിച്ച് അമേരിക്കയിൽ പോയത് എന്തിനാണ്? അതാണ് നമ്മൾ ഉന്നയിക്കേണ്ട ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇവിടെ നമ്മുടെ മുമ്പിലുള്ള രണ്ടാമത്തെ പ്രശ്നം എന്താ, അമേരിക്കൻ പ്രസിഡന്റ് ശക്തമായി ഉന്നയിക്കുന്നത് ഈ അമേരിക്കയിലേക്ക് രാജ്യങ്ങൾ ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ച് അവര് ലാഭം കൊയ്യുകയാണ്, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൊള്ളയടിക്കുകയാണ്. അപ്പോൾ അവര് അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് അവര് തിരിച്ചങ്ങനെ കാണിക്കുന്നില്ല. അതുകൊണ്ട് അവരെ എത്രത്തോളം ചുങ്കം, അതായത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്നുവോ അതിന് സമാനമായ നികുതി ഞങ്ങളും ഏർപ്പെടുത്തും എന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവ രണ്ടുമാണ്. ഇവ രണ്ടും അതിന് പുറമെ വേറൊരു പ്രശ്നം നമുക്കറിയാം, തൽക്കാലം കോടതി തടഞ്ഞിട്ടുണ്ടെങ്കിലും അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക്, അവിടെ ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായും 14ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള പൗരത്വം റദ്ദാക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം ആയിരക്കണക്കിന് അമേരിക്കൻ കുടുംബങ്ങളെ ബാധിക്കുന്നതാണ്. അത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ എന്തായി തീരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സുപ്രധാനങ്ങളായ വിഷയങ്ങളെല്ലാം ഉണ്ടായപ്പോൾ
ഇവിടെ നമ്മളുടെ പിന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ പോയി സന്ദർശിച്ചിട്ട് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാക്കിയത്? ആ നേട്ടം ഉണ്ടായില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭരണാധികാരി ഈ ധൃതി പിടിച്ച് പോയപ്പോൾ ഉണ്ടായ ഒരു അപകടം ശരിയായിട്ടുള്ള ഹോംവർക്ക് ചെയ്യാതെയാണ് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തുകൊണ്ടാണ് ഹോംവർക്ക് ചെയ്യാതെ പോയിട്ടുള്ള പ്രശ്നം? ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം പിന്നെ ഈ തീരുവ ചുങ്കത്തിന്റെ പ്രശ്നമുണ്ട്, ഈ അനധികൃത കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, നമ്മുടെ പൗരന്മാരുടെ ഇന്ത്യക്കാരായിട്ടുള്ള പൗരന്മാരുടെ മക്കൾക്ക് അവിടെ ജനിച്ച കുട്ടികൾക്കുള്ള പൗരത്വത്തിന്റെ അതിനെ റദ്ദാക്കുന്ന പിന്നെ ട്രംപിന്റെ ഉത്തരവിന്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ശക്തമായ നിലപാടെടുത്തു എന്ന് നമുക്ക് പിന്നെ ഇതിനകത്ത് വല്ലതും കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റില്ല. എന്ന് മാത്രമല്ല സംഭവിച്ചെന്താണ്, നമ്മൾ ഈ ചെന്നു കണ്ടു കീഴടങ്ങി എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ. അതായത് പോകുന്നതിന് മുമ്പ് തന്നെ കീഴടങ്ങിയിട്ടാണ് നമ്മൾ പോയത്. ഈ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ബജറ്റിൽ നമ്മൾ അമേരിക്കയുടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ ചുങ്കം കുറയ്ക്കാനുള്ള ബജറ്റിൽ തന്നെ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പായിട്ട് മറ്റു ചില ഉൽപ്പന്നങ്ങളുടെ തീരുവ നമ്മൾ കുറച്ചു. ഇത്രയും ചെയ്തിട്ടാണ് അമേരിക്കയിൽ പോയത്. എന്നിട്ട് ഇത്രയും ആനുകൂല്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും 30, 40, 70% വരെ നികുതി ഏർപ്പെടുത്തുന്ന രാജ്യമാണ്. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല, ഞങ്ങൾ അങ്ങനെ അവർ ചെയ്താൽ ഞങ്ങൾ അവരോട് തിരിച്ചത് തന്നെ ചെയ്യും എന്ന് പറയുന്ന തരത്തിൽ വളരെ പരസ്യമായി അദ്ദേഹം പ്രസ്താവന നടത്തി. എന്ന് മാത്രമല്ല, നമുക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പത്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ എന്താണ്? അതായത് മോഡിയെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്നെ പരമാവധി പിന്നെ പ്രോത്സാഹിപ്പിക്കാനും പരമാവധി പിന്നെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പിന്നെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പത്രങ്ങളാണ്. അങ്ങനെയുള്ള ഒരു പത്രം, ദേശാഭിമാനി അല്ല എന്ന് ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെയുള്ള ഒരു പത്രം ഇന്ന് പ്രധാന വാർത്ത, ഏറ്റവും ഫ്രണ്ടിലെ വാർത്തയായിട്ട് ഈ മോദി പിന്നെ ട്രംപ് സന്ദർശനത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്ന വാർത്തയുടെ തലക്കെട്ടിതാണ് 4 ഇരട്ടി വ്യാപാരം പ്രതിരോധ കൂട്ട്. 4 ഇരട്ടി വ്യാപാരം പ്രതിരോധ കൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കരുതും ഇന്ത്യയും പിന്നെ അമേരിക്കയും തമ്മിൽ ഭയങ്കര ഗുണകരമായ, ഇന്ത്യക്ക് വളരെ ഗുണകരമായ വ്യാപാരം ഇതാ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള തരത്തിലാണ് പ്രതിരോധ കൂട്ടുണ്ടാകാൻ പോകുന്നത്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ അതിന്റെ തൊട്ട് താഴെ 2 ചെറിയ സബ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? F-35 യുദ്ധവിമാനം വാഗ്ദാനം ചെയ്ത് ട്രംപ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തൊട്ടാകെ നമ്മുടെ റഫാൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് മാത്രമല്ല അന്തർദേശീയ പിന്നെ രംഗം ഈ നമുക്ക് ഇഷ്ടമുള്ള ആയുധം വാങ്ങിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലയാണിത്. അപ്പൊ അവിടെ അങ്ങനെ ഉണ്ടായിരിക്കെ അവര് പറയാണ് ഞങ്ങളുടെ യുദ്ധവിമാനം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ നീട്ടി വാങ്ങണം എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ആയുധം വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് പറയാണ് നിങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങളെ, അങ്ങനത്തെ ഒരുപാട് ആയുധങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ പിന്നെ വരാം, 35 പിന്നെ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം നിങ്ങൾ വാങ്ങണം എന്ന് മാത്രമാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും നിങ്ങൾ വാങ്ങണം. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഫലമായിട്ട് വില കുറഞ്ഞ അളവിൽ റഷ്യയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പെട്രോളിയം പിന്നെ പ്രകൃതിവാതക ഉൽപ്പന്നങ്ങളുടെ 30% റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാണ്. സൗദി അറേബ്യയിൽ നിന്നും ഇറാഖിൽ നിന്നും ഒക്കെ നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ വെട്ടിക്കുറച്ചുകൊണ്ട് കൂടുതലായിട്ടുള്ള എണ്ണയും പ്രകൃതിവാതകവും അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങണം. എന്തുകൊണ്ട് വാങ്ങണം? ഈ ആയുധവും നമ്മൾ ഈ എണ്ണയും പ്രകൃതിവാതവും എന്തുകൊണ്ട് വാങ്ങണം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ $80 ബില്യൺ വ്യാപാര കമ്മി അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഈ വ്യാപാര കമ്മി എന്ന് പറയുന്ന പരിപാടി അതിന് നടക്കൂല. നിങ്ങൾ പിന്നെ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി കൂടുതലായിട്ട് ചെയ്യണം. കാരണം നിങ്ങൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അതിന് സമാനമായ തരത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങിയേ പറ്റൂ. അതാണ് അദ്ദേഹത്തിന്റെ നിഗമനം. അപ്പൊ അത് വില കൂടുതലോ കുറവോ എന്നുള്ളത് ട്രംപിന്റെ പ്രശ്നമല്ല, അത് നമ്മളാണ് പിന്നെ നേരിടേണ്ടത്. അപ്പോൾ അവര് വില കൂടി തന്നാൽ പോലും നമ്മളിത് വാങ്ങിക്കാൻ നിർബന്ധിതരായി നിൽക്കുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ശരിയായിട്ടുള്ളൊരു ഹോംവർക്ക് ചെയ്തുകൊണ്ട് പോയെങ്കിൽ ഇന്ന കാരണങ്ങളാൽ ഇന്ന തരത്തിൽ ഇത് വാങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇന്ന തരത്തിൽ ഇത് വാങ്ങാൻ കഴിയൂ എന്നുള്ള തരത്തിലുള്ള ഒരു ബാർഗെയിനിങ്. എന്തിനാ നമ്മുടെ നേതാക്കന്മാര് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്? ജോസഫാനെ, ഞാൻ അവിടെ ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ. ഈ നമ്മൾ തീർത്തും കൺസീഡ് ചെയ്യായിരുന്നു എന്നുള്ളതാണോ താങ്കളുടെ ഒരു പോയിന്റ്? അതായത് ഇപ്പോൾ F-35 വിമാനങ്ങൾ, ഇപ്പോൾ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ആഗോള ടെൻഡർ ക്ഷണിച്ചത് ഏതൊക്കെ കമ്പനികളാണ് ആ ടെൻഡറിൽ പങ്കാളികളായത്? ബോയിങ്, റഫാലിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള കമ്പനി, ഇങ്ങനെ പല കമ്പനികൾ ആ ടെൻഡറിൽ ഭാഗഭാക്കായി. എത്ര ദീർഘമായൊരു പ്രക്രിയയായിരുന്നു ഇത് ഈ റഫാലിലേക്ക് എത്താനുള്ളത് എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ F-35 നിങ്ങൾക്ക് നൽകാം എന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് നിങ്ങൾ വാങ്ങിക്കൊള്ളണം എന്നുള്ളൊരു വ്യവസ്ഥ വയ്ക്കുകയാണോ സത്യത്തിൽ ചെയ്യുന്നത്? അതങ്ങനെയാണോ? ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ശശി തരൂർ പറയുന്ന F-35 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് പ്രോഡക്റ്റാണ്, അതുകൊണ്ട് അത് കിട്ടാൻ അത് തരാം എന്ന് പറഞ്ഞത് വലിയ സംഭവമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച ഈ നികുതി സംബന്ധിച്ച പ്രശ്നങ്ങൾ, അതായത് ഈ വ്യാപാര കമ്മി, അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിലുള്ള വ്യാപാര കമ്മി കുറയ്ക്കുന്ന വിധത്തിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് താങ്കൾ പറയുകയുണ്ടായി. ശശി തരൂർ പറയുന്നത് ഇത് സംബന്ധിച്ചൊരു നെഗോഷിയേഷനുള്ള സമയം പ്രധാനമന്ത്രി ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൂട്ടാനിടയില്ല, നമുക്ക് കുറച്ചുകൂടെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പോസിറ്റീവാണ് എന്ന് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ശശി തരൂർ പങ്കുവയ്ക്കുന്ന വിദേശ നയം അമേരിക്കയും ഇന്ത്യയുമായിട്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നേരത്തെ പിന്തുടരുന്നൊരു വിദേശ നയത്തിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന ഈ ബന്ധത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ശശി തരൂരിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒന്ന്. മറ്റൊന്ന്, അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ നെഗോഷിയേഷൻ്റെ കാര്യത്തിൽ, ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ പിന്നെ ഒരു നെഗോഷിയേഷന് സാധ്യതയുണ്ട് എന്ന് ഏത് പത്രത്തിലുണ്ട് വാർത്ത? ശശി തരൂർ പറഞ്ഞ വാർത്ത പിന്നെ ഏതെങ്കിലും രാജീവ് ശങ്കരൻ ഏതെങ്കിലും പത്രത്തിൽ വാർത്തയായിട്ട് കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാനത് ജോയിന്റ് സ്റ്റേറ്റ്മെന്റിലും കണ്ടില്ല, എനിക്കറിയില്ല അദ്ദേഹം എവിടുന്നാണ് ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ അതിൽ നെഗോഷിയേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അത് പറയുന്നില്ല. നെഗോഷിയേഷനെ കുറിച്ച് ഇല്ലെന്ന് മാത്രമല്ല, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവിടെ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെല്ലുന്ന ദിവസമാണ് ഈ റിട്ടാലിയേറ്ററി താരിഫ് അദ്ദേഹം ഏർപ്പാടാക്കി തുടങ്ങി വെച്ചത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണഗതിയിൽ ഒരു വിദേശ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെല്ലുമ്പോൾ ആ വിദേശ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടുള്ള ബഹുമാന സൂചകമായിട്ടെങ്കിലും അതൊന്ന് മാറ്റിവെക്കുകയോ ആ രാജ്യത്തിന്റെ പേരെങ്കിലും പരാമർശിക്കുകയോ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ വളരെ ബ്ലണ്ടായിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇത് പറയുന്നത്. ഈ ട്രംപിനെ സംബന്ധിച്ച് നെഗോഷിയേഷന്റെ ഒരു പ്രശ്നമില്ല. അത് പിന്നെ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നു നിങ്ങളങ്ങ് നടപ്പിലാക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ് നിങ്ങൾ പിന്നെ ഇത്ര 1500, ഞാനൊരു വാർത്തയിലെ കാര്യം പറയുന്നത്, US നിന്നുള്ള എണ്ണ പ്രകൃതിവാത ഇറക്കുമതി $1500 കോടി നിന്ന് സമീപ ഭാവിയിൽ $2500 കോടി ഉയർന്നേക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി പറയാണ്. അപ്പൊ $1500 നിന്ന് $2500 ഉയരുന്ന തരത്തിൽ അവര് പറയുന്ന വിലയ്ക്കുള്ള എണ്ണ വാങ്ങാൻ നമ്മൾ നിർബന്ധിതരാകും. ഇവിടെ എവിടെ നെഗോഷിയേഷൻ? അല്ലെങ്കിൽ നെഗോഷിയേഷൻ എന്നുള്ള വാക്ക് എവിടെയാണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്? ആ ട്രംപിന്റെ ഡിക്ഷണറിയിൽ നെഗോഷിയേഷൻ എന്നുള്ള വാക്കില്ല. ടാക്സ് അല്ലെങ്കിൽ താരിഫ് എന്ന് പറയുന്ന ഒരു വാക്കേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ, അതായത് പിന്നെ ശശി തരൂര് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ പിന്നോട് യോജിക്കുന്ന ആളല്ല. എന്ന് മാത്രമല്ല, ഈ പിന്നെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി ഉള്ള F-35 വിമാനം പോലെ തന്നെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനങ്ങൾ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് എത്രത്തോളം നമുക്ക് ഗുണകരമാണ് ഇല്ലയോ, എന്ത് വില എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള നെഗോഷിയേഷനിലൂടെയല്ലേ, നമ്മൾ ശ്രീ രാജു പറഞ്ഞ പോലെ നെഗോഷിയേഷൻസിലൂടെയല്ലേ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. പോട്ടെ, നെഗോഷിയേഷൻസ് ഇല്ല. ഇവിടെ നമ്മൾ പിന്നെ വായിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ റിക്വയർമെന്റ് എത്രമാത്രം ഉണ്ട്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ വല്ലതും നടന്നതായിട്ടുള്ള വാർത്തകളിലുണ്ട്. നമ്മുടെ മുമ്പിൽ അങ്ങനെയുള്ള വാർത്തകളൊന്നുമില്ല. അവിടെ ചെല്ലുന്നു, അവരിങ്ങോട്ട് കൊടുക്കുന്നത് വാങ്ങുന്നു എന്നതിന്റെ അപ്പുറത്ത് നമുക്ക് ആവശ്യപ്പെട്ട നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പറഞ്ഞ അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അവർ ചെയ്തതിനെ അപ്രൂവ് ചെയ്തുകൊണ്ട് അക്നോളജ് ചെയ്തുകൊണ്ടല്ലേ വന്ന് നിങ്ങളുടെ പിന്നെ നാട്ടിൽ വരുന്ന ആൾക്കാരെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ നല്ലപോലെ കൈകാര്യം ചെയ്തു എന്നുള്ള തരത്തിലാണ് പിന്നെ അദ്ദേഹം സംസാരിച്ചായിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാമല്ലോ, നമ്മൾ വളരെ അടുത്ത രാജ്യങ്ങളാണ്, നമ്മൾ സൗഹൃദ രാജ്യങ്ങളാണ്, നിങ്ങൾ പഴയ ജനാധിപത്യമാണ്, ഞങ്ങൾ വലിയ ജനാധിപത്യമാണ്, നമ്മൾ തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തമുണ്ട്, നമ്മൾ തമ്മിൽ വലിയ വാണിജ്യമുണ്ട്. ഇങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ജനങ്ങളുടെ കാര്യത്തിലുള്ള ഇടപെടലിൽ നമ്മൾ തമ്മിലുള്ള സൗഹൃദം തെളിവാകണ്ടേ? നമ്മുടെ സൗഹൃദം വെളിവാകുന്നത് അങ്ങനെയൊക്കെയല്ലേ?
അതല്ലാതെ ഇങ്ങോട്ടുള്ള കാര്യത്തിൽ മാത്രം ഒരു സൗഹൃദവുമില്ല, അങ്ങോട്ടുള്ള കാര്യത്തിൽ മാത്രം മുഴുവൻ സൗഹൃദം കൊടുക്കുക എന്ന് പറയുന്നത് ലോകത്തിൽ ഏത് ന്യായമാണ്? നമ്മൾ അടിമരാജ്യമൊന്നുമല്ലല്ലോ, നമ്മൾ സ്വതന്ത്ര രാജ്യമാണ്, ലോകത്തിലെ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വലിയൊരു മാർക്കറ്റാണ് നമ്മൾ. നമുക്കൊരു ബാർഗെയിനിങ് കപ്പാസിറ്റി ഉണ്ട്. ആ ബാർഗെയിനിങ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തെയാണ് അമേരിക്ക ഏറ്റവും അധികം ഭയപ്പെടുന്നത്. ഇപ്പോൾ അങ്ങനെ പറയുന്ന ചൈനയെ നമ്മളാണ് ഏറ്റവും ശക്തമായി ഇവിടെ നേരിടുന്നത്. അങ്ങനെ ചൈനയെ പോലുള്ള രാജ്യത്തെ ശക്തമായി നേരിടുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ആർജവമെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി കാണിക്കണമായിരുന്നു. അത് കാണിച്ചോ? അത് അങ്ങനെ കാണിച്ചായിട്ട് ഇല്ല. എന്ന് മാത്രമല്ല, നമ്മൾ വാർത്തകളിൽ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇത്ര ധൃതി പിടിച്ച് ഇദ്ദേഹം ഈ അമേരിക്കയിൽ പോയതിന്റെ ഒരു കാര്യമായി വാർത്തകളിൽ കാണുന്ന ഒരു കാര്യം, ഈ ട്രംപ് അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. ട്രംപ് എങ്ങനെ അടുത്ത തവണ പെരുമാറുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ഭയം, ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഭയം, ഈ ചൈനയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാന കരാറോ മെച്ചപ്പെട്ട കരാറോ ഉണ്ടാക്കി ഇവർ തമ്മിലൊരു ബന്ധത്തിലൊരു നോർമലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് വളരെ പ്രതികൂലമായി മാറും. അത് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കേണ്ടത് കൊണ്ടാണ് ഇന്ത്യ പെട്ടെന്ന് നമ്മൾ ആൾക്കാർ പറയുന്നുണ്ട് ചോദിച്ചു വാങ്ങിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും ഇത്ര പെട്ടെന്ന് യാതൊരു ഹോംവർക്കും ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ അതിശക്തമായി ഭരണകൂടത്തിന്റെ മുമ്പിൽ ഉന്നയിച്ചു എന്നതിന്റെ തെളിവുകൾ നമുക്ക് തീരുമാനങ്ങളിലൊന്നും കാണുന്നില്ല. അങ്ങനെ പോയതിന്റെ കാരണം ഇതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. ഇപ്പോൾ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഇത് ചോദിച്ചു വാങ്ങിയതാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ, അത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല, അത്ര അഭ്യൂഹങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ അനധികൃതമായ കുടിയേറുന്ന ആളുകളെ അതാത് രാജ്യത്തേക്ക് തിരിച്ചയക്കുക എന്നുള്ള പ്രക്രിയ ഇത് ആദ്യമായിട്ട് അമേരിക്ക തുടങ്ങിയൊരു പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്നത് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് കാണാറുണ്ട്. ഇതുപോലെ വേണ്ട രേഖകളില്ലാതെ അവിടെ താമസിക്കാൻ ആവശ്യമായ വിസയോ അല്ലെങ്കിൽ ജോബ് വിസയോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ ഒന്നുമില്ലാതെ അവിടെ തുടരുന്ന മനുഷ്യന്മാരെ അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് വന്ന് പറയാം, ഇതാ ഞങ്ങൾ രേഖകളൊന്നും ഇല്ലാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കണം എന്ന് പറയാനുള്ളൊരു അവസരം കൊടുക്കാറുണ്ട്. അങ്ങനെ മനുഷ്യന്മാർ അവിടെ ചെന്ന് പറയാറുണ്ട്, അവരെയൊക്കെ തിരിച്ചയക്കും. ഇത് കുറേ കാലമായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ്. ഇത് ആദ്യമായിട്ട് അമേരിക്കയിൽ നടക്കുന്ന പ്രക്രിയയല്ല. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ മനുഷ്യരെ തിരിച്ചയക്കുമ്പോൾ മിനിമം അവരുടെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ അന്തസ്സിനെ ഹനിക്കാതെ വേണം തിരിച്ചയക്കാൻ എന്ന് പറയാനുള്ളൊരു ബാധ്യത അത് നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിനില്ലേ? അത് ആദ്യത്തെ വിമാനം വന്നപ്പോൾ തന്നെ പറയേണ്ടതായിരുന്നു. അത് പറഞ്ഞില്ല. അവിടുത്തെ പ്രസിഡൻറ്റിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പൗരന്മാരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വമില്ല. ആ ഉത്തരവാദിത്വം നിറവേറ്റിയതായിട്ട് കാണുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കലി പറയേണ്ടതല്ല എന്നാണ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ കുടിയേറ്റ പ്രശ്നം അമേരിക്കയുടെ ഒരു വലിയ പ്രശ്നമാണ്. അത് ഏറ്റവും വലിയ തരത്തിൽ കുടിയേറ്റം നേരിടുന്ന രാജ്യം തന്നെയാണ് അമേരിക്ക എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം മെക്സിക്കോയിലൂടെയും അല്ലെങ്കിൽ കാനഡയിലൂടെയും ഒക്കെ അല്ലെങ്കിൽ കടലിലൂടെയും ഒക്കെ ഫ്ലോറിഡ ഭാഗത്ത് ക്യൂബയിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ അമേരിക്കയിൽ കുടിയേറുന്നുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അമേരിക്ക വലിയ സാമ്പത്തിക ശക്തിയായി മാറി മറ്റുള്ള പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും ഒരു മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരുപാട് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഈ ഏജന്റുമാർക്ക് കൊടുത്തിട്ടാണ് ഇങ്ങനെ ആളുകൾ ഈ രാജ്യങ്ങളിൽ ചെല്ലുന്നത്. അതൊരു വലിയ പ്രശ്നമായി. അതുകൊണ്ടാണല്ലോ 1,10,00,000 ആളുകളോളം അമേരിക്കയിൽ അനധികൃത പൗരന്മാരായിട്ടുണ്ട്, അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരായിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ വരുന്നത്. രാജീവ് പറഞ്ഞതുപോലെ ഈ പല തരത്തിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാം. പക്ഷെ ട്രംപ് അതിനെ കൈകാര്യം ചെയ്യുന്നത് ട്രംപിന്റെ സംസ്കാരത്തിനനുസരിച്ചാണ്. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ബൈഡന്റെ കാലത്തും ഒബാമയുടെ കാലത്തും ഒക്കെ ഈ കുടിയേറ്റക്കാരെ തിരിച്ചയച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോഴൊന്നും നമ്മുടെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചർച്ചകളോ തർക്കങ്ങളോ ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ എല്ലാ രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനധികൃതരായി കണ്ടെത്തുന്ന കുടിയേറ്റക്കാരെ മൊത്തമായും ചില്ലറയായും ഒക്കെ അയക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇവിടുത്തെ കാര്യം എന്താണ്? ഇത് ട്രംപിന്റെ രാഷ്ട്രീയമായ അജണ്ട ഞാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അമേരിക്കൻ പൗരന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ക്രൂരമായ ഒരു നാടകത്തിന്റെ ഒരു ഷോ ആയിരുന്നു.
ആ ഷോയുടെ ഭാഗമായിട്ടാണ് നടത്തിയത്. അപ്പൊ അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് ഇന്ത്യ ഇവർ പറയാണ് നിങ്ങൾ ഞങ്ങളുടെ വളരെ അടുത്ത പ്രിയ മിത്രം എന്നാണ് പറയുന്നത്. മിത്രത്തിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ മിത്രമാണെങ്കിൽ ആ മിത്രത്തിന്റെ രാജ്യത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഇതിന് ഒരു 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 ബഹുമാനം കാണിക്കട്ടെ നമ്മൾ. നിങ്ങൾ പിന്നെ തിരിച്ചയച്ചോ കുഴപ്പമില്ല, നിങ്ങൾ ഒരു സിവിലിയൻ വിമാനത്തിൽ തിരിച്ചയച്ചോ കുഴപ്പമില്ല, നിങ്ങൾ കൈകാലുകൾ ബന്ധിക്കാതെ തിരിച്ചയച്ചോ കുഴപ്പമില്ല. നിങ്ങൾ കൈകാലുകൾ ബന്ധിച്ച് ഈ ആളുകളെ വിടുന്ന വീഡിയോ കൂടി നാട്ടുകാരെ കാണിക്കുന്ന തരത്തിലേക്ക് വരുന്നത് എന്തുമാത്രം ക്രൂരതമാണ് എന്ന് നമ്മൾ ആലോചിച്ചിട്ടാൽ മതി. അപ്പൊ അതൊന്നും പറഞ്ഞില്ല എന്ന് വേണം പറയാൻ. കാരണം പുറമേക്ക് നടത്തിയ പ്രഖ്യാപനങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഈ വിദേശകാര്യ സെക്രട്ടറി ഇത് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കുക പോലും ചെയ്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് എന്നൊക്കെ ഞാൻ പറയും. ഇരട്ടത്താപ്പ് ഈ പരിപാടിയിൽ ഈ പറഞ്ഞ വിഷയത്തിൽ കാണിച്ചിരിക്കുന്നു, നമുക്ക് കാണാൻ പറ്റും. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഈ തിരക്കിട്ട് പോയി കാണുക, പ്രത്യേകിച്ച് എന്താണ് എൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ, അതിനനുസൃതമായിട്ട് പുതിയ അമേരിക്കൻ ഭരണകൂടത്തോട് ഞാൻ എങ്ങനെ സംസാരിക്കണം, അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ഡാറ്റ അവരുടെ മുമ്പിൽ വയ്ക്കണം എന്നുള്ളൊരു ഹോംവർക്ക് ഇല്ലാതെ തിരക്കിട്ട് പോയി കണ്ടു എന്ന് താങ്കൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപമുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ ആ പട്ടിക പറഞ്ഞല്ലോ, ബെഞ്ചമിൻ നെതന്യാഹു മുതൽ നരേന്ദ്രമോദി വരെയുള്ള 4ാമത്തെ നേതാവ് അദ്ദേഹം പോയി കാണുന്നു. അപ്പോൾ ഇങ്ങനെ പോയി കാണുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച വിധത്തിൽ എങ്ങനെ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കും എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ പോളിസി വരെ അൺപ്രഡിക്റ്റബിളായി വയ്ക്കാൻ താല്പര്യപ്പെടുന്ന ഒരു നേതാവിനെയാണ്. അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കാണുന്നു, ആദ്യം വന്ന് കണ്ടത് ഞങ്ങളാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വിധത്തിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ അതിന് ശ്രമിക്കുന്നു. അതിനുശേഷം ഞങ്ങളിതാ ഇന്ന കാര്യങ്ങളിലൊക്കെ ധാരണയെത്തി എന്ന് പറയുന്നു. ഈ ധാരണകളൊക്കെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന US പ്രസിഡൻറ്റ് അദ്ദേഹം പിൽക്കാലത്ത് പാലിച്ചുകൊള്ളണം എന്ന് ഒരു നിർബന്ധവും നമുക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഡൊണാൾഡ് ട്രംപിനില്ലേ? അതിനെ നമ്മളിപ്പോൾ മുൻകാലത്ത് അബ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞതുകൊണ്ടോ, ട്രംപിനെ ഗുജറാത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വിളിച്ച് സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ട ആദരങ്ങളൊക്കെ കൊടുത്തതുകൊണ്ടോ, ഇപ്പോൾ 2ാം വട്ടം പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ആദ്യം ചെന്ന് കണ്ടു എന്നുള്ളത് കൊണ്ടോ ഈ പറഞ്ഞതൊക്കെ നടന്നോളണം എന്നൊരു നിർബന്ധവും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഈ പ്രഖ്യാപിച്ച പ്രസ്താവനകൾ അല്ലെങ്കിൽ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും പാലിച്ചുകൊള്ളണം എന്നൊരു നിർബന്ധവും ഇല്ലല്ലോ. അല്ല, അത് അദ്ദേഹത്തിന്റെ ഈ സംഭാഷണങ്ങളിൽ നമ്മൾ കണ്ടല്ലോ. അദ്ദേഹം ഒരു വ്യാപാരിയായ കച്ചവടക്കാരനായിട്ടുള്ള പ്രസിഡന്റാണ്. ഈ ഷൈലോക്ക്, ഷേക്സ്പിയറിന്റെ കഥാപാത്രത്തെ പോലെ ഷൈലോക്കിനെ പോലെ കണ്ണിച്ചോരയില്ലാതെ കച്ചവടം മാത്രം ലക്ഷ്യമാക്കി നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ, അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ള ഒരു അജണ്ട അദ്ദേഹത്തിനുണ്ട്. അതിന്റെ കാരണം ഞാൻ പറയാം. അദ്ദേഹം 2ാമത്തെ തവണയാണ് പ്രസിഡന്റ് ആവുന്നത്. അവസാനത്തെ ഊഴമാണ് പ്രസിഡന്റ് പദവി. ഈ അവസാനത്തെ ഊഴം വന്നിരിക്കുന്ന ഇനിയൊരു പ്രസിഡന്റ് പദവി ഇല്ല എന്ന് മാത്രമല്ല, 2 വർഷം കഴിയുമ്പോൾ ഒരു പ്രസിഡന്റ് ഇടക്കാല തെരഞ്ഞെടുപ്പുണ്ട്. അമേരിക്കൻ സെനറ്റിലേക്കും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സെനറ്റിലും റിപ്പബ്ലിക്കൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ഇപ്പോൾ ഇദ്ദേഹം നടത്തുന്നത് പോലെ ഭരണം നടത്താൻ 2 വർഷം കഴിയുമ്പോൾ കഴിയാതെ വരും. അങ്ങനെയുള്ള പ്രസിഡന്റുമാരെ ലെയിം ഡക്ക് പ്രസിഡന്റ് എന്നാണ് പറയുന്നത്, മുടന്തൻ പ്രസിഡന്റ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഊഴത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് വാസ്തവത്തിൽ 2 വർഷം മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന കണക്ക്. അത് കഴിഞ്ഞുള്ള 2 വർഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രശ്നം നേരിടും എന്നാണ് ഇപ്പോൾ തന്നെ ഈ മനോരമ പത്രത്തിൽ ഞാൻ എന്തൊരു വാർത്ത കണ്ടു, ശ്രീ പ്രസന്നൻ എഴുതിയ വാർത്ത. അതായത് ഈ അനധികൃത കുടിയേറ്റക്കാരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ. ഈ അനധികൃത കുടിയേറ്റക്കാരെല്ലാവരും ഈ പറഞ്ഞ തരത്തിൽ അവിടുന്ന് നാടുകടത്തപ്പെട്ടാൽ അവിടുത്തെ ഈ ചെറുകിട വ്യവസായങ്ങളും വാണിജ്യങ്ങളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം നിലച്ചു പോകും, നിർത്താൻ പറ്റില്ല.
നടക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവിടുത്തെ കച്ചവടക്കാരെയും ചെറുകിട വാണിജ്യക്കാരെയും കൊച്ചു കൊച്ചു വ്യാപരപ്പെട്ടിരിക്കുന്ന ആളുകളും ഈ ഭരണകൂടത്തിനെതിരായി തിരിയുന്ന അവസ്ഥ വരും. ഒന്ന്. രണ്ടാമത്തത്, ഈ പറയുന്ന ചൈനയ്ക്കെതിരായിട്ടും മെക്സിക്കോക്കെതിരായും കാനഡയ്ക്കെതിരായിട്ടും ഇന്ത്യക്കെതിരായിട്ട് ഉൾപ്പെടെയുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ആർക്കാണ് ഈ ഉപരോധത്തിന്റെ ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ ഈ ചുങ്കത്തിന്റെ പാപഭാരം ചുമക്കേണ്ടതാരാ? അൾട്ടിമേറ്റ്ലി അന്തിമമായി ഈ പറയുന്ന തരത്തിലുള്ള ചുങ്കത്തിന്റെ എല്ലാം പിന്നെ പാപഭാരം ഏൽക്കേണ്ടി വരുന്നത് കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള അമേരിക്കക്കാരനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവന്റെ ജീവിത ചെലവ് വീണ്ടും കൂടുകയും എന്താണോ ട്രംപ് വാഗ്ദാനം ചെയ്തത് അതൊന്നും, അതായത് ഒന്ന്, ഈ പറഞ്ഞ തരത്തിൽ ചെറുകിട മേഖലകളിലും അല്ലാത്ത മേഖലകളിലും ഈ മീനിയൽ ജോബ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്തിരുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോൾ ആ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ അമേരിക്കക്കാര് വരും. രണ്ട്, ഈ പറഞ്ഞ തരത്തിൽ മെക്സിക്കോയും കാനഡയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ചീപ്പായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് ഈ പറയുന്നത് ഈ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ കിട്ടി അതുകൊണ്ട് അസംബിൾ ചെയ്തുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി യൂറോപ്പിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വില കുറഞ്ഞ തരത്തിൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്ത് വ്യാപാരം ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ പറഞ്ഞ തരത്തിലുള്ള ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് അന്തിമമായി അവിടുത്തെ വ്യാപാരികളെയും വ്യവസായികളെയും അവിടുത്തെ സാധാരണക്കാരെയുമായിരിക്കും ബാധിക്കുക. അതിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം ഈ പറഞ്ഞ തരത്തിൽ ഈ ചുങ്കം മിസ്റ്റർ താരിഫ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റിന് മനസ്സിലാകുന്നില്ല എന്നാണ് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് 2 വർഷം മാത്രമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളത്. 2 വർഷം കഴിയുമ്പോൾ തീർച്ചയായും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയും അതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ ലെയിം ഡക്ക് പ്രസിഡന്റ് ആയിട്ട് മാറും, മുടന്തൻ പ്രസിഡന്റ് ആയിട്ട് മാറുകയും ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന തരത്തിൽ നടപടികൾ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും. അതുകൊണ്ടാണ് വളരെ അഗ്രസീവായി അദ്ദേഹത്തിന്റെ പോളിസികൾ ഈ ദിവസങ്ങളിൽ, അതായത് ഈ കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ അദ്ദേഹം നടത്തിക്കൂട്ടിയ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വരാൻ പോവുക. അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ആഗോള സമ്പദ് വ്യവസ്ഥയും ആഗോള സമാധാനത്തെ പോലും നമുക്കറിയാം. ഞാൻ അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ കാര്യത്തിൽ ഏർപ്പെടാൻ അമേരിക്കയ്ക്ക് എന്തോ അവകാശം? അതൊരു ഒരു ഒരു ജനങ്ങളുടെ ഒരു രാഷ്ട്രത്തിന്റെ പ്രശ്നമാണ്. അവിടെ പറയുകയാണെങ്കിൽ ഗാസയിലുള്ളവരെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ അമേരിക്കൻ പ്രസിഡന്റിന് വല്ല അവകാശമുണ്ടോ? ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നിന്ന് കാശ്മീരിലുള്ള ആൾക്കാരെല്ലാം അവിടുന്ന് ഒഴിഞ്ഞു പോകണം, ഞങ്ങളൊരു കാശ്മീർ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് പോലെ ഒരു കാര്യമല്ലേ അത്? അമേരിക്കയ്ക്ക് ഒരു അവകാശമുള്ള കാര്യമല്ലല്ലോ. ഒരു ജനതയുടെ ആവാസ കേന്ദ്രത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊക്കെ പറയാനുള്ള ധാർഷ്ട്യം അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രചരണ കാലത്തൊക്കെ പറഞ്ഞു, ഞാൻ യുദ്ധം നടത്താനല്ല, അമേരിക്കയ്ക്ക് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ രക്ഷിക്കാനാണ്, ഞാനൊരു പെസിഫയർ ആണെന്ന് പറഞ്ഞു വന്ന ആള് ഇപ്പൊ ലോകം ഒട്ടാകെ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. ഞാൻ പനാമ പിടിച്ചെടുക്കും, ഞാൻ ഗാസ പിടിച്ചെടുക്കും, ഞാൻ മെക്സിക്കോ പിടിച്ചെടുക്കും, ഞാൻ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്നൊക്കെ പറയുന്ന തരത്തിൽ വളരെ അശാന്തി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനു പുറമെ സാമ്പത്തിക തരത്തിൽ വ്യാപാര യുദ്ധം അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. അത് പല മേഖലകളിലും അത് പ്രതിഫലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും അശാന്തി വിതയ്ക്കുന്ന ഒരു പ്രസിഡന്റിന്റെ കാലാവധിയായിരിക്കും ട്രംപ് 2.0 സംഭവിക്കാൻ പോകുന്നത്. റൈറ്റ്. ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഇത് ഇപ്പം ഈ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഒരു എന്താ പറയുക, വിദേശകാര്യത്തെ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകേണ്ട കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഒരു ഭരണകൂടത്തിന്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ നേരിട്ട് വേഗത്തിൽ പോയങ്ങ് സന്ധി ചെയ്യുക എന്നുള്ളൊരു ടാക്ടിക്സ് എടുത്തതാണോ ഇപ്പോൾ ഈ മോദി സർക്കാരിന് 2ാം ട്രംപ് ഭരണകൂടത്തിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായ ഒരു പാളിച്ച? അല്ല, ഞാനത് സൂചിപ്പിച്ചു. ഒന്ന്, നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഷോമാനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പോയി ആദ്യം കാണുക, ഞാൻ ആദ്യത്തെ പ്രധാനമന്ത്രി, ഞാൻ വന്നതിന് ശേഷമാണ് ഇന്നതൊക്കെ നടന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. വേറെ ആരും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന്, അതായത് ട്രംപിന്റെ ഒരു ഇന്ത്യൻ പതിപ്പാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. അദ്ദേഹം വാസ്തവത്തിൽ 2ാമത് പോയി കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ജോർദാൻ രാജാവും ജപ്പാൻ പ്രധാനമന്ത്രിയും വന്ന് പെട്ടുപോയതാണ് അതിൻ്റെ ഇടയ്ക്കൂടെ. അപ്പൊ എന്തായാലും ആയിക്കോട്ടെ, ഞാൻ ആദ്യം പോയി കണ്ടു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അദ്ദേഹം ഈ ട്രംപ് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ വളരെ കുറച്ച് നേതാക്കന്മാരെ മാത്രമേ അദ്ദേഹം ക്ഷണിച്ചിരുന്നുള്ളൂ.
അതിലൊരു നേതാവ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിലേക്ക് ക്ഷണം കിട്ടിയില്ല. എന്ന് മാത്രമല്ല, പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതിന് ശേഷവും ഉടൻ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ വിളിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കണം, 60% പിന്നെ ചുങ്കം ഏർപ്പെടുത്തും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലെന്ന് പറഞ്ഞാലും അത് 10% ചുരുക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഈ 60% ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെയാണ് ദോഷം എന്നുള്ള തിരിച്ചറിവ് കിട്ടിയത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്ന പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, ഷീ ജിൻപിങ് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്, വളരെ നല്ല മനുഷ്യനാണ്, വളരെ അടുത്ത ഫ്രണ്ടാണ് എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ ഒരു ആപത്ത് കാണാതെ പോകരുത്. പണ്ട് പിന്നെ ഈ ട്രംപ് ആണെന്ന് എനിക്ക് തോന്നുന്നു, 100% ഉറപ്പില്ല, ഈ ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൽ ഞാൻ വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാം എന്ന് പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. ഇപ്പോൾ അതിന് സമാനമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കമുണ്ടെങ്കിൽ ആ തർക്കവും ഞാൻ പരിഹരിച്ച് തീർക്കാം എന്നുള്ള തരത്തിൽ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. അതിന് മറുപടിയായിട്ട് മൂന്നാമത്തെ ഒരു മധ്യസ്ഥനെ ഇന്ത്യ ചൈന തർക്കത്തിൽ ആവശ്യമില്ലെന്നുള്ള തരത്തിൽ ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ എവിടെയും ഇടപെടാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഭരണാധികാരിയെ നമ്മൾ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം. നന്നായിട്ട് ഹോംവർക്ക് ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യം ഒരുപാട് അമേരിക്കൻ ഭരണകൂടത്തിൽ ഇപ്പോഴുണ്ട്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ്. ഇന്ത്യൻ കോക്കസിന്റെ നേതാവായിരുന്ന ആളാണ് മാർക്കോ റൂബിയും ഹെക്സത്തും. അങ്ങനെയുള്ള ഒരുപാട്, നമ്മുടെ കാഷ് പട്ടേൽ, വിവേക് രാമസ്വാമി മുതലായിട്ടുള്ള ഒരുപാട് ഇന്ത്യൻ അനുകൂലമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഇവരുമായിട്ടൊക്കെ ആദ്യഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ നെഗോഷിയേഷൻസ് നടത്തി നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കണമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകേണ്ടിയിരുന്നത്. അങ്ങനെ പോയിരുന്നുവെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഈ 60% ചൈനയ്ക്കെതിരായിട്ടുള്ള 60% നിന്ന് 10% വെട്ടിച്ചുരുക്കാനുള്ള കാര്യം ഇലോൺ മസ്ക് ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇലോൺ മസ്കിന് ചൈനയിൽ ഒരുപാട് വ്യാപാര താല്പര്യങ്ങളുണ്ട്. അപ്പൊ ആ തരത്തിൽ നമുക്ക് ഒരുപാട് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കവേ ആ അനുകൂലങ്ങളായ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് വേണമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയിരുന്നതെങ്കിൽ ഈ തരത്തിൽ അമേരിക്ക തന്ന മുഴുവൻ സാധനവും വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരേണ്ട ഗതികേട് ഇന്ത്യൻ ഭരണാധികാരിക്ക് ഉണ്ടാകുമായിരുന്നു. റൈറ്റ്, വളരെയധികം നന്ദി പ്രൊഫസർ ജോസഫ് ആൻ്റണി ഞങ്ങളോട് സംസാരിച്ചതിന്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉണ്ടായ ധാരണകൾ, സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് ഏത് വിധത്തിലായിരിക്കും നമ്മളെ ബാധിക്കാൻ പോകുന്നത്, നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാൻ പോകുന്നത്, നമ്മളുടെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ അന്തസ്സിനെ ബാധിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി. ഈ ഘട്ടത്തിൽ പ്രൊഫസർ ജോസഫ് ആൻ്റണി ഒരിക്കൽ കൂടി ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.